PC ജോർജ് ഇപ്പോൾ തത്സമയം ടെലിഫോൺ ലൈനിൽ പ്രതികരിക്കാൻ ചേരുന്നുണ്ട്. ശ്രീ PC ജോർജ്, തിരുവനന്തപുരം ആറ്റുകാലിലാണ് ഫ്ലെക്സ് ബോർഡിലെ ഭാരതാംബയുടെ ചിത്രം ഇങ്ങനെ വികൃതമാക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ ജനം ടിവിക്ക് ലഭിച്ചിരിക്കുന്നത്. കൃത്യമായ ആ ദൃശ്യങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്ന് കരുതുന്നു. എന്തിനുള്ള ശ്രമമാണ് നടന്നത് എന്നത് വ്യക്തമാണ്. ആശങ്ക വർദ്ധിക്കുകയാണ്. എന്താണ് താങ്കളുടെ അഭിപ്രായം? ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോൾ മനുഷ്യ സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേർച്ചയാണ്. അത് ഞാൻ ഓർക്കണം, ഈ ആറ്റുകാൽ എന്ന് പറഞ്ഞതുകൊണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഇന്ത്യ മഹാരാജ്യത്തുണ്ടെങ്കിലും എല്ലായിടത്തും ഒരു സൗമ്യതയുണ്ട്. കേരളത്തിൽ ഇത് മുഴുവൻ പിടിച്ചടക്കണമെന്ന് നിർബന്ധ ബുദ്ധിയോടുകൂടി ഒരു സമൂഹം ഇറങ്ങിയിരിക്കുകയാണ്. അത് അവരെ 3 വയസ്സുള്ള പോലെ പഠിപ്പിക്കുന്നത് എന്താ? മറ്റു മതസ്ഥരെ ചെറുപ്പെടുത്തിയാണെങ്കിലും മുസ്ലിം ആക്കണം, അങ്ങനെ പഠിപ്പിക്കുക. പിന്നെ എന്ത് ചെയ്യും? അത് പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾ ഇതിൽ കൂടുതൽ വൃത്തികൾ കാണിക്കും. അത് അവരുടെ മുമ്പിൽ ആ കുഞ്ഞുങ്ങളെ കുറ്റം പറഞ്ഞ കാര്യമില്ല, അവരെ പഠിപ്പിക്കുന്നതിന്റെ കുഴപ്പമാണ്. മതപഠന ക്ലാസ്സുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയേ പറ്റൂ. മതപഠന ക്ലാസ്സുകളിൽ നടക്കുന്ന എന്താ? ഉദാഹരണം പറയാം. ഞാൻ അതിനെ മലയാളീകരിച്ച് വായിച്ചപ്പോൾ ഞാൻ ഞടുങ്ങിപ്പോയി. ഖുർആൻ ഉൾപ്പെടെ പുസ്തകങ്ങൾ വായിച്ച് പഠിപ്പിക്കുന്ന പുസ്തകങ്ങൾ അതിൽ പറഞ്ഞു ഒരെണ്ണം പറയാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം എതിരാളി ഒരു മനുഷ്യനോട്, മുസ്ലിം അല്ലാത്തവരോട്, നീ മുസ്ലിം ആണെന്ന് ആവശ്യപ്പെടണം. അവൻ സമ്മതിച്ചില്ലെങ്കിൽ വീണ്ടും രണ്ടാമതൊന്നുകൂടി ആവശ്യപ്പെടണം. എന്നിട്ടും അവൻ സമ്മതിച്ചില്ലെങ്കിൽ മൂന്നാമത് ചോദിക്കുക. സമ്മതിച്ചില്ലേ അന്നേരം തല വെട്ടിക്കളയാൻ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ തല വെട്ടിക്കളഞ്ഞാൽ വേദനിക്കുന്ന പേടിക്കണ്ട. കാരണം നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും അവയവത്തിൽ കേടുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ മുറിച്ചു മാറ്റുന്നില്ലേ, ആ വേദന അനുഭവിക്കുക. അത്രേ ഉള്ളൂ ഇതിനകത്ത് അർത്ഥം. അതായത് മുസ്ലിം ആകുന്നില്ലെങ്കിൽ അവനെ വെച്ചിട്ട് കാര്യമില്ലെന്നാണ് ഈ പഠിപ്പിക്കുന്നത്. അത് പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ്. പിന്നെ ഭാരതാംബയുടെ പടം അടിച്ചു തകർക്കാതിരിക്കും ഇവരൊക്കെ. ഇതൊക്കെ വലിയ അപകടകരമായ നിലയിലേക്കാണ് കേരളത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കണ്ടില്ലേ, ഇപ്പോ മുനമ്പത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ അതില് 450 ക്രിസ്ത്യാനി, ബാക്കി ഹിന്ദു 610 ഹിന്ദു കുടുംബങ്ങളാണ്. അവിടെ ഇപ്പൊ എന്താ, മുസ്ലിം ലീഗ് ഇറങ്ങിയിരിക്കുക പ്രശ്നം പരിഹരിക്കുക. അവിടെ മെത്രാന്മാരുമായിട്ട് മുസ്ലിം ലീഗും മെത്രാന്മാരും കൂടെ ചർച്ച ചെയ്താൽ പ്രശ്നം തീരുവോ? മോദിജി ബില്ല് കൊണ്ടിരുന്ന നിയമം കൊണ്ടിരുന്നുണ്ട്. മോദിജി ആ നിയമം പാസ്സാക്കാതെ ഒരിക്കലും രക്ഷപ്പെടില്ല. ഇവിടുത്തെ വഖഫ് നിയമം ഭേദഗതി ചെയ്തേ പറ്റൂ. മനസ്സിലായില്ലേ? ഇതൊക്കെ കേന്ദ്രം ചെയ്യാൻ പോകുന്നു എന്ന് കണ്ടപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി ഇപ്പം ലീഗിന്റെ പാണക്കാട്ട് ഇണക്കാട്ട് തങ്ങളെല്ലാം കൂടെ ഇറങ്ങിയിരിക്കുക. കുഞ്ഞാലിക്കുട്ടി എല്ലാം ഉണ്ട്. നമ്മുടെ ബിഷപ്പന്മാർക്ക് അതിനെപ്പറ്റി വലിയ വിവരമില്ലാത്തതുകൊണ്ട് അവരെ കുറ്റപ്പറയല്ല. ബിഷപ്പന്മാർ കൂട്ടിയാലും എനിക്ക് വിരോധമില്ല. ബിഷപ്പന്മാരെല്ലാം കൂടെ ഈ ബിലീഗായിട്ട് ചർച്ച ചെയ്തിട്ട് എന്താ മര്യാദ? ഇവരാൾ ചർച്ച ചെയ്താൽ തീരുന്ന പ്രശ്നമാണോ അത്? അതായത് ഗവൺമെന്റ് പറഞ്ഞല്ലേ, അത് പകരഭൂമി കൊടുക്കാതെ തീരുന്ന പ്രശ്നമാണത്. ഏതെങ്കിലും ഒരുത്തൻ ഇത് വഖഫ് ഭൂമിയാണ് പരാതി കൊടുത്ത വഖഫ് ബോർഡ് നോട്ടീസ് അയച്ചാൽ 2007 മുതൽ കിടക്കുന്ന പ്രശ്നമല്ലേ ഇത്? ഞാൻ ഉദാഹരണം പറഞ്ഞതാ. ഇവരെല്ലാം ഇത് എവിടെയാ തുടക്കം? ജവഹർലാൽ നെഹ്റു മുതൽ കുഴപ്പമാണ്, അറിയാമോ? പറയാൻ മരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഇന്ത്യ മഹാരാജ്യത്ത് യുവന്മാർക്ക് അഴിഞ്ഞാടാൻ അവസരം ഉണ്ടാക്കി കൊടുത്തത് ജവഹർലാൽ നെഹ്റുവാണ്. ഇവിടെ ഇന്ത്യ വിഭജനം വന്നു കഴിഞ്ഞ പാകിസ്ഥാനിലേക്ക് ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങൾ ഒത്തിരി പേര് പാകിസ്ഥാനിലേക്ക് കുടിയേറി. ആ സ്ഥലങ്ങളെല്ലാം ജവഹർലാൽ നെഹ്റുവാണ് വഖഫ് ബോർഡിന് വിട്ടുകൊടുത്തത്. അയക്കെന്താ അതിന് അധികാരം? ഇന്ത്യ ഭാരത സർക്കാരിന്റെ ഭൂമിയെല്ലാം കൂടെ വഖഫ് ബോർഡിന് വിട്ടുകൊടുത്തതാരാ? നെഹ്റു 54 മര്യാദയല്ലേ അയാളെ കാണിച്ചത്? അതല്ലേ ഇവിടുത്തെ പ്രശ്നം. ഇന്ന് കേരളത്തിൽ ഏറ്റവും വലിയ സമ്പന്നരായ, ഏറ്റവും വലിയ ഭൂസമ്പന്നരായ കേരളത്തിൽ ഇന്ത്യയില് റെയിൽവേയാ. രണ്ടാമത്തെ സമ്പന്നരാന്നറിയാമോ? നമ്മുടെ പട്ടാളമാണ്. മൂന്നാമത്തെ ഭൂ ഉടമ എന്ന് പറയുന്നത് വഖഫ് ബോർഡാണ്. ഒന്ന് ആലോചിച്ച്. ഇപ്പോഴത്തെ നിലയിൽ ഇവന്മാരെ ഈ ഭൂകൃതരായിട്ട് നടക്കാൻ ഇറങ്ങിയിരിക്കുക, ഭൂ പിടിച്ചു പറിക്കാൻ. ഇവന്മാർ ഇറങ്ങിയിരിക്കുന്ന നയം നടന്ന ഇപ്പം നരേന്ദ്രമോദിയുടെ മോദി ആ നിയമം കൊണ്ടുവന്നില്ലെങ്കിൽ 2 കൊല്ലം കൊണ്ട് ഇന്ത്യ മഹാരാജ്യം അമരമാക്കി മാറ്റും. മനസ്സിലായോ? ഏതായാലും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് മോദിജി അവിടെ വന്നു മാത്രം കണക്കാക്കിയാൽ മതി. ഇവിടെ ഇവനെ പോലുള്ളവരെയൊക്കെ ശക്തമായ നടപടി സ്വീകരിക്കട്ടെ, അല്ലാതെ തീരുകരുത് ഒരു കാരണവശാലും. പക്ഷേ ഇവിടെ ഈ അടുത്ത കാലത്തല്ല ഒരു സംഭവത്തില് പോലീസ് വിളിച്ച് സംസാരിച്ച് വെറുതെ വിട്ടു പോരെ. ഇനി മേലിങ്ങനെ ആവർത്തിക്കാൻ പറഞ്ഞ് വിട്ടെന്ന് NIA കേസെടുത്ത് ഇപ്പൊ അടുത്തു പോകാൻ പോവുക. മനസ്സിലായോ? അത് സ്ട്രോങ് നിലപാട് സ്വീകരിക്കുന്ന നിലപാട് വേണം. ഈ കുഞ്ഞുങ്ങൾ ആരാണെന്ന് നോക്കാതെ കുഞ്ഞുങ്ങളെ മാത്രമല്ല, കുഞ്ഞുങ്ങളെ പിടിച്ചിട്ട് കുഞ്ഞുങ്ങളെ കാരണവന്മാരെ പിടിച്ചുകൊണ്ട് വന്നിട്ട്
അവന് ഇതൊക്കെ ചെവുകുച്ചിക്ക് അടിയും കൊടുത്ത് കേസ് എടുക്കണമെന്ന് എന്റെ അഭിപ്രായം. അപ്പോഴേ ഇത് തീരുള്ളൂ. തന്തമാർക്ക് ഇത് മക്കളെ മര്യാദ പഠിപ്പിച്ചില്ലേ കുഴപ്പമാണ്. ഇങ്ങനെ വിവരങ്ങളൊക്കെ പഠിപ്പിച്ചിട്ട് മറ്റു മതങ്ങളെ തകർക്കുന്ന നിലപാടിലേക്ക് പോകാൻ പാടില്ലെന്ന് മക്കളെ പറഞ്ഞു കൊടുക്കാനുള്ള ബോധം ഈ തന്തമാർക്കും തള്ളമാർക്കും ഉണ്ടാകണം. തന്തയും തള്ള പിടിച്ച് ശിക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് എന്റെ അഭിപ്രായം.